ഈശ്വര കൈകൂപ്പിൽ പുനർനിർമുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ കാരണനായുള്ള തമ്പുരാനെ. അടുത്തതായി ഉദ്ഘാടനത്തിനായി നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ചർച്ച് വികാസ് എപ്പോഴും പിന്തുണ നൽകി നമ്മളെ എല്ലാം സഹായിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ മുൻ മാനേജറായ ജോസഫ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ MPTA പ്രസിഡന്റ് പ്രീത ചേച്ചി നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നല്ലൊരു സപ്പോർട്ടായി മുന്നിൽ തന്നെ നിൽക്കുന്ന പ്രീത ചേച്ചിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിച്ച എല്ലാ സഹപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ ശരിക്കുമുള്ള അതിഥികൾ എന്ന് പറയുന്നത് ആരാ ഇന്നത്തെ ശരിക്കുമുള്ള അതിഥികള്? കുട്ടികള്, ശരിയല്ലേ? അറിവിന്റെ അക്ഷരങ്ങൾ കുറിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും ഞാൻ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, സുബോധ് സാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണിത്. വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം. അതുകൂടാതെ സെന്റ് ജോൺസ് സ്കൂൾ അതിൻ്റെ 50-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരം മഹത്തരമായ ഒരു വേദിയിൽ ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചതിനുള്ള കൃതജ്ഞത അല്ലെങ്കിൽ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ അധ്യക്ഷ സ്വാഗതം പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ ഇന്ന് അക്കാദമിക് നിലവാരത്തിൽ കോലഞ്ചേരി സബ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സ്കൂളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അശ്രാന്ത പരിശ്രമവും കഠിനമായ പ്രവർത്തനവും കൃത്യമായ പ്ലാനിങ്ങോടും കൂടിയാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായി ഈ 50-ാം വർഷത്തിലേക്ക് കിടക്കുന്ന സെന്റ് ജോൺസിലേക്ക് കടന്നു വന്ന പ്രിയ കുരുന്നുകൾക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം സെന്റ് ജോൺസിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ കുട്ടികളെ ചേർത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും സ്വാഗതം പറയുകയാണ്. PTA പേരുള്ള പ്രത്യേക സ്വാഗതം. നമുക്കറിയാം, ഓരോ വർഷവും അക്കാദമിക് നിലവാരത്തിൽ സെന്റ് ജോൺസ് കുതിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ വർഷം 100 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയതിൽ 33 കുട്ടികൾക്ക് ഫുൾ A+ നേടാനും 8 കുട്ടികൾക്ക് 9 A+ നേടാനും 8 കുട്ടികൾക്ക് 8 A+ നേടാനും അങ്ങനെ മികച്ച ഒരു വിജയം നേടിക്കൊണ്ട് സെന്റ് ജോൺസ് തിളങ്ങി നിൽക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഇന്ന് ഈ 50-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാന കാരണം ഇവിടുത്തെ അധ്യാപകരാണ്. കാരണം സുബോധ് സാർ നയിക്കുന്ന ഒരു സ്റ്റാഫ്, അവരുടെ കഠിന പ്രയത്നം, അവർ സ്വാഭാവികമായും നമ്മൾ പറയുന്ന പോലെ അധ്യാപനം എന്നത് ഒരു സേവനമാണ്. അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ, ഇവിടെ ചേരുന്ന ഓരോ കുട്ടിയും തൻ്റെ സ്വന്തം കുട്ടിയാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ, അവരുടെ കരുതലോടെ, വളരെയധികം ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ വിജയമാണ് നമുക്ക് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്നും ഇനി കുറെ കുട്ടികളുടെ അഡ്മിഷന്റെ എണ്ണം കൂടി വരികയാണ്. സാധാരണ പൊതുവിദ്യാലയങ്ങളെ പോലെ ഞങ്ങൾക്കത് ആകാംക്ഷ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തെ എടുത്തു നോക്കിയാൽ ഓരോ വർഷവും 10-20% കുട്ടികൾ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പടിപടിയായി, അതും നല്ലൊരു മാനേജ്മെന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ, നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരു പടിപടിയായി നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അക്കാദമിക് നിലവാരത്തിലായതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെറിയ പിന്നോക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഈ വർഷം മുതൽ നമ്മൾ അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ മികച്ച ഒരു വിദ്യാലയമായി ഇവിടെ ചേരുന്ന ഓരോ കുട്ടിക്കും അക്കാദമിക് നിലവാരത്തിലും സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വളരെയധികം ട്രെയിനിങ്ങും അവരെ മികച്ച രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിവിടെ PTA യുടെ സഹകരണം, PTA യിലുള്ള ഓരോ അംഗങ്ങളുടെയും
ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പറുടെ അഭാവത്തിൽ, വാർഡ് മെമ്പർക്ക് എന്ന തിരക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ വികാരിയുടെയായ ഫാദർ മേരി ജോസ് അച്ഛനാണ്. അദ്ദേഹത്തെ ഇവിടെ ഉദ്ഘാടനത്തിന് ശ്രമിച്ചുകൊണ്ട് എൻ്റെ പ്രസിഡന്റ് നന്ദി, നമസ്കാരം. അധ്യാപകരെ പേര് വിളിക്കുന്ന മുറയ്ക്ക് പോരെ. 5A അലീഷ ടീച്ചർ, 5B ബിൻസി ടീച്ചർ, 5C അഞ്ജന ടീച്ചർ. രക്ഷകർത്താക്കളൊന്ന് കണ്ടുപോവുക. 5th ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2nd ഫ്ലോറിലാണ്. മോളിൽ കയറുന്നു, അങ്ങോട്ട് സൈഡിലേക്ക് ഇറങ്ങുന്നു. അതാണ് അലീഷ ടീച്ചർ, ബിൻസി ടീച്ചർ, അഞ്ജന ടീച്ചർ. ഇവരാണ് 5ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചേഴ്സ്. ബിസ്ന ടീച്ചർ, ശില്പ. ABC ഓർഡറിലാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. ABC ഓർഡറിൽ തന്നെയാണ് അവർ വരുന്നത്. 7A 7B 7C അക്സർ ടീച്ചർ, അഞ്ജലി ടീച്ചർ, ഏഞ്ചല. Then 8ABC അനു ടീച്ചർ, പ്രഭു ടീച്ചർ, പ്രതിഭ ടീച്ചർ. 9A 9B 9C അനു ടീച്ചർ, ലിജോ. Then ഷീന ടീച്ചർ. Then the last one, 10th 10A Neighbor teacher, 10B Divya teacher, 10C Seema teacher. ഇത്തവണ നമ്മൾ വളരെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് കുട്ടികളെ കുത്തി നിറച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ 3 ഡിവിഷൻ ആക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പിന്നെ ഹിന്ദിക്ക് ഒരു അധ്യാപിക നിയമിക്കണമെന്ന് കണ്ണൂർ ഭാഗത്തുള്ളവരുടെ ഒരു റിക്വസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു തന്നിട്ടുണ്ട്. നല്ലൊരു അധ്യാപികയാണ്. മറ്റേ അധ്യാപിക നല്ലതാണ്, പീരീഡ് കൂടുതലായിട്ട്. അപ്പോൾ ഹിന്ദിയുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ കുട്ടികളെ നയിക്കുന്നത്. അവരുടെ നമ്പറുകൾ ഇനി മറ്റ് ക്ലാസ് ചാർജ് ഇല്ലാത്ത അധ്യാപകരുണ്ട്. അവരെയും കൂടെ ഞാൻ വിളിക്കുകയാണ്. സീമ ടീച്ചർ, ജ്യോതി ടീച്ചർ, അവരും കൂടെ ഇങ്ങോട്ട് വരണം. സീമ, ജ്യോതി ടീച്ചർ,